ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോ നല്ല കുറേ പേര് കണ്ട് കേട്ടോ, കാരണം വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയുടെ വലുതായതുകൊണ്ട് ഇന്നൊരു ചെറിയ വീഡിയോ ഇടുന്നു കേട്ടോ. നിങ്ങൾ ഇന്നലെ കണ്ട് ക്ഷീണിച്ച് കാണുമല്ലോ, അതുകൊണ്ട് ഇന്നൊരു ചെറിയ വീഡിയോ ഇടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാമേ. ഓക്കേ. പിന്നെ പറയാൻ ഉള്ളൂ, ഞാനങ്ങ് പറയാൻ മറന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അതായത് എനിക്ക് ചിക്കൻ ക്രിസ്പിയുടെ അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നായിരുന്നു. ചേച്ചി ഏത് ഓയിലാണ് യൂസ് ചെയ്തേ? വെളിച്ചെണ്ണയാണോ അതോ അല്ലാത്ത സൺഫ്ലവർ ഓയിലാണോ? ഞാൻ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. ഏത് വേണേലും ഉപയോഗിക്കാം, അത് വറുത്തൊക്കെ എടുക്കാനേ. പക്ഷെ ഞാൻ അതിൽ ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പോകുന്നുണ്ടേ. അത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്നീ അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തായിരിക്കും. അത് പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. കമൻറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ ചെന്ന് പ്രസ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കാൻ നേരം പറ്റുന്നില്ല. ചിലപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് പിന്നെ വേണ്ടാതെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തായിരിക്കും. അതായിരിക്കും കാര്യം. ഞാനിപ്പോഴും ഓർത്തതാണ്. കാരണം അഥവാ പിന്നെ ചിന്തിക്കത്തില്ല, ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലം ഡിലീറ്റ് ചെയ്തല്ല എങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളല്ലേ യൂട്യൂബിൻ്റെ ഓരോ ഇതിൽ, ചിലപ്പോൾ ചിലതൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അയ്യോ ഞാൻ റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇതാ കാര്യം. ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഇടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതാ. പിന്നെ എന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പഴയ കുറേ ആൾക്കാരെ കാണുന്നില്ല. ജൂലിയായെ കാണുന്നില്ല. ജൂലിയ ഇച്ചിരി ടെൻഷനിലൊക്കെയാണെന്ന് പറയുന്നത്. പപ്പ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അതുകൊണ്ടൊക്കെ അവൾ ഒരു ടെൻഷനിൽ ഇരിക്കുക, വിഷമത്തിലൊക്കെ ഇരിക്കുക. ഓക്കെ. രാവിലെ ബ്രെഡ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ടേ ചിലർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പോകുമ്പോൾ രാവിലെ പോണ്ടിയുണ്ട്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പീനട്ട്, ഞാൻ ഈ ബ്രെഡ് ഈ പാനിൻ്റെ അകത്ത് വെച്ച് ഒരു വശം നന്നായിട്ട് അങ്ങ് ചൂടാക്കും. എന്നിട്ട് പീനട്ട് ഇതിൻ്റെ അകത്ത് ഇടുമ്പം പീനട്ട് ഒന്ന് മെൽറ്റാവും. അതേസമയം നമുക്കിപ്പോൾ ഓവൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ പീനട്ട് നന്നായി ഉരുകും, പക്ഷേ ബ്രെഡ് മുരിഞ്ഞ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് മെൽറ്റാക്കിയിട്ട് പിന്നെ ഈ തവയ്ക്കകത്ത് വെച്ച് അതൊന്ന് നമ്മൾ ബ്രെഡൊന്ന് മുരിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ടാണ്. കുറേ നാളായി ഇവിടെ പീനട്ട് വാങ്ങിച്ചിട്ട്. അങ്ങനെ വാങ്ങിയില്ലായിരുന്നു. പീനട്ടൊക്കെ എല്ലാം ഓയിൽ ഇങ്ങനെയുള്ള ഈ കപ്പലണ്ടിക്കകത്തേ എണ്ണയല്ലേ, ഒരിടയ്ക്ക് അങ്ങ് നിർത്തിയതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിയിട്ട് അപ്പോൾ ഇവർക്കൊക്കെ അത് ഇഷ്ടമാണ് കേട്ടോ. എമർജൻസിക്ക് നമുക്കിപ്പം കൊച്ചിന് ടിഫിന് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആണെങ്കിലും അതിൽ നമുക്ക് എമർജൻസിക്ക് എടുക്കാമല്ലോ, അതുകൊണ്ടങ്ങ് വാങ്ങിച്ചു വെച്ചതാണ്. ഇതെന്ന് പറയുന്നത് സൺഡേ ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് വന്നോണേ അന്തേരി സൈഡിൽ അവിടെ ഈ നാസിക്കി എന്നുള്ള മുന്തിരിങ്ങ ഉണ്ടല്ലേ, അതാ ഞാൻ പറഞ്ഞില്ലേ ക്രിറായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇത് അവർ പറഞ്ഞ് പിന്നെ ഉണങ്ങിയ മുന്തിരിങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന 140, ഇന്നിപ്പം 150. 10 രൂപ കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ആൾ അപ്പുറത്തൊരു മഹാരാഷ്ട്ര അപ്പാപ്പൻ ഇരിപ്പുണ്ട്. അപ്പം അവൻ പറഞ്ഞ് ഞങ്ങൾ നാസിക്കിന്ന് കൊണ്ടുവന്നേരം റീച്ചാൻ പറഞ്ഞ് ഞങ്ങൾ 3-4 പ്രാവശ്യം കൊണ്ട് വാങ്ങിച്ചാൽ ഇവിടുന്ന്. പിന്നെ ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ചായി ഞങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞിട കൊണ്ടുവന്ന് വിറ്റായിരുന്നു. എന്നിട്ടും അപ്പാപ്പൻ 10 രൂപ കുറച്ചില്ല. അപ്പം വന്ന വഴിക്ക് ഞങ്ങളുടെ സൊസൈറ്റിയിൽ മൽബറി നിൽപ്പുണ്ട്, പക്ഷേ മൃഷയില്ല. അതാണ്ട് ഇങ്ങനെ ഞാൻ അതിൽ നിന്ന് 3-4 പിച്ചിയതാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ അവിടെയും ഇതുണ്ട്. അപ്പം പ്രൈസൻ തറയുന്നു ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്നുണ്ടേ, തറയുന്നു വലിയ ഇതിൽ ഓടിക്കൊണ്ടുവന്ന് എടുത്തോളാം, മമ്മി സൂക്ഷിച്ച് വെച്ചേരെ. ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലത്തേത് പണ്ട് ഞങ്ങൾ മൽബറി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒരു പ്രത്യേക അതിനൊരു
കാണാനൊക്കെ ഒരു രസമുണ്ട്. ഇതെന്ന് പറയുന്നത് അങ്ങ് ചൊങ്ങി ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഇതിപ്പം ഞാൻ കൊണ്ടുവന്ന് പിന്നെ കഴുകി അവന്മാർക്ക് കൊടുത്ത്. അത്ര വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. പഴുത്തതും അല്ല, ഉടനെ ഉള്ളായിരുന്നു നന്നായിട്ട് പഴുത്തത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ബാക്കി കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തുണി കഴുകാനങ്ങിട്ട് ബാക്കി തുണികൾ കഴുകാൻ കിടക്കുന്നു. ഇപ്പം സൺഡേ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തുണികൾ ഇഷ്ടം പോലെ കാണും. അപ്പോൾ ഷീറ്റൊക്കെ ഞാൻ എടുത്തങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ബാക്കിയെല്ലാം ഒന്ന് കഴുകാമെന്ന് വെച്ചു. ചീടയ തണുപ്പ് വെച്ച് മതി. പ്രൈസൻ ഇതുകൂടെ അങ്ങ് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതന്നേരം അവിടെ കിടന്നോളുമല്ലേ. അതിനെ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് തട്ടിയാൽ മതി. ചുമ്മാ ഇടയ്ക്ക് ഒരു തമാശ പറയാം കേട്ടോ. പ്രൈസ് എന്തായാലും കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ലിച്ചിയുടെ 2 ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു. അപ്പം കുറച്ചുകൂടി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് കുറേ നടക്കുമായിരുന്നു. കൊടുത്തു, എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുമ്പിട്ട് എന്തോത്തിൻ്റെ പറയായിരുന്നു, ഐസ്ക്രീം. അന്ന് വിരുന്നുകാർ വന്നുകൊണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ ഡബ്ബ ടൈപ്പിൽ വാങ്ങിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു ആദ്യം. ഐസ്ക്രീം അങ്ങനെ 2 പേർക്ക് കൂടെ, ഒരെണ്ണം അധികം ഉണ്ടായിരുന്നു, 2 പേർക്ക് കൂടെ കൊടുത്തുണ്ട്. നല്ല മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമായിരുന്നു. ഈ 10 രൂപയുടെ വാനില ടൈപ്പല്ല, അതിനേക്കായി കുറച്ച് വലുത്, ഇത്തിരി സിലിണ്ടർ ഷേപ്പിലുള്ള. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ പുറകെയായി. പിന്നെ ഇതും അല്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ ഇങ്ങനെ ആൾ പുറകെ നടക്കും. അതിനേക്കാൾ നല്ല ഇച്ചിരി ഞാൻ കൊടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ വിളിച്ചു കൊടുത്തു. കുറച്ച് കൊടുത്തൊരു തണുപ്പല്ലേ. അങ്ങനെ മെഴുക്കുവരട്ടിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഇത്തിരി കടുകൂടി ഇട്ട് പൊട്ടിച്ച്, എന്നിട്ട് ഇതൊക്കെ ഇട്ട് ഉടക്കടക്ക. ഇത് ഉണ്ടെങ്കിൽ പിന്നെ അവന് അവൻ ചപ്പാത്തിക്ക്. മറ്റോനത്ര താല്പര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ലേ. അവന് ഇച്ചിരി കോവയ്ക്ക്. എനിക്കും ഈ വെണ്ടയ്ക്ക അത്ര താല്പര്യമില്ല. പക്ഷേ എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ ചെയ്യുന്നതിനോടല്ല ഇഷ്ടം. ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇത്തിരി നീളത്തി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇത്തിരി സവാളയൊക്കെ ഇട്ട് ഒത്തിരി അങ്ങ് വഴരുന്നതല്ല, നമുക്ക് ചോറിനൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്കതിഷ്ടം. ഇവനൊക്കെ ഇത്തിരി നന്നായി വഴന്ന് കിട്ടണം. അപ്പോൾ ഞാനിതിൽ ഒരു ടൊമാറ്റോ ഇട്ട്, ഇച്ചിരി ടൊമാറ്റോ കൂടിയ ടൊമാറ്റോ അവൻ പറയും ടൊമാറ്റോ അധികം ഇടല്ലേന്ന്. എന്താണെങ്കിലും ഞാനൊരു ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ടൊമാറ്റോയുടെ തൊലിയുണ്ടല്ലോ, ഭയങ്കര കട്ടിയാങ്ങ്. പക്ഷെ തിന്നാൻ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പുളിയും മധുരവും എല്ലാം കൂടെ. അരിയുമ്പോൾ ഒരു 3-4 പീസ് എൻ്റെ വയറ്റിൽ പോയി. ഓരോ ദിവസം എന്താ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇല്ല ഗീതേച്ച് പറഞ്ഞതുപോലെ കാബേജും പുളിശ്ശേരിയും വിട്ട് ഒരു കളിയില്ല. ഉള്ള എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഇങ്ങനെ മോര്, കാബേജ് ഇങ്ങനെ. ഞാൻ പുളിശ്ശേരി എന്ന് പറയുന്നതിനൊക്കെ കൂടുതലും മോരെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ പുളിശ്ശേരി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മോരെന്നാണ് വാക്ക് വരുന്നത്, ഓട്ടമോര്. പക്ഷേ എനിക്ക് തേങ്ങ അരച്ച മോരാണെങ്കിൽ, മോര് കറി ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. പിന്നെ ഓട്ടമോരാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ ചൂടാവുന്നുണ്ടെങ്കിൽ പിള്ളേർ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നത് തീരും. പിന്നെ സ്കൂളിൽ ഇരിക്കുന്നത് തണുത്ത വെള്ളമാണ്, ഫിൽറ്ററിൽ തണുപ്പ് വെള്ളമാണ്. അത് കുടിക്കും. കാരണം ഇവിടെ ബോട്ടിൽ കൊണ്ടുവരുമ്പം തണുപ്പ് കാണും ആ വെള്ളത്തിന്, അതല്ലേ കുടിക്കുന്നത്. ഈ പ്രൈസന് ഈ കഴിഞ്ഞിടയും ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റ് വോമിറ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവനും താഴെ കളിക്കാൻ പോകുന്നുണ്ടേ അവിടെ ഫിൽറ്ററിൽ തണുത്ത വെള്ളമുണ്ട്, അതെടുത്ത് കുടിക്കും. എന്നിട്ട് തിളപ്പിച്ച വെള്ളമല്ലല്ലോ കുടിക്കുന്നത്. ഇടയ്ക്ക് സൊസൈറ്റിയിൽ പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു, വരുന്ന വെള്ളം തിളപ്പിച്ചേ കുടിക്കാവൂ എന്നും പറഞ്ഞു. ഇവൻ താഴെ പോയി അങ്ങനെ കുടിക്കും. എന്തോ ഈ ബോട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാലും അവൻ അത് പോയി, തണുപ്പ് ആയതുകൊണ്ട് കിടന്ന് മറിഞ്ഞിട്ട് കളിച്ചിട്ട് തണുത്തത് പോയി കുടിക്കും. ഇതാ പരിപാടി. ഞാൻ ബോട്ടിലുകളിലെല്ലാം വെള്ളം നിറച്ചു. പിന്നെ ക്യാനിൽ വെള്ളം നിറച്ചതിന് ശേഷം കുടിക്കാൻ വെള്ളം വെച്ചു. അപ്പോഴത്തേക്കിനും മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. പിന്നെ ഇന്നും മോര് തൈരുടച്ച് വെച്ചു. അപ്പം കടുക് വറക്കാനായിട്ട് ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ മോരിനേക്കായി ഇച്ചിരി പരിപ്പ് കറി, അങ്ങനെ പരിപ്പ് കറി എന്നാലും അന്നത്തെ ദിവസം ഉപയോഗിക്കും. പിന്നെ അത്ര മത്തങ്ങയും പയറോടിട്ട കറിയൊക്കെ എനിക്ക് കുറേയും കൂടി ഇഷ്ടം. ഇവിടെ ഇവർക്കെല്ലാം മോരിനോടാണ്, ഈ പുളിശ്ശേരിയോടാണ് താല്പര്യം. അപ്പം നമ്മുടെ അനു ആദ്യം എന്നോട് പറഞ്ഞു, ആൻറ്റി ഹോളി വരെ ഞാൻ വരത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വേറെ ആരെങ്കിലും നിർത്തിയിട്ട് പോകാമെന്ന്. ഇപ്പോൾ ഹോളി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അനു ആരെയാണ് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ എത്ര നാൾ വരാമെന്ന് നോക്കട്ടെ ആൻറ്റി, ഞാൻ വരാമെന്ന്. ഏപ്രിൽ 8 ഡോക്ടർ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇന്നലെ എന്നും ഇവക്കൾ വരുമ്പോഴല്ലേ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അവൾ വന്നെന്ന് പറയുമ്പോൾ അമ്മ പറയൂ എൻ്റെ ദൈവമേ അതെങ്ങനെ ചെയ്യുന്നു,
ഞാനന്നേരം അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ പ്രസവം നടക്കുന്നത്. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടനുസരിച്ച് ഓരോരുത്തരും ചെയ്യുന്നു. ഞാൻ ആ വെണ്ടയ്ക്കൊക്കെ അടപ്പത്തിട്ട് തുണിയൊക്കെ കഴുകാനിട്ടതിന് ശേഷം പിന്നെ പോയി പയർ അരിഞ്ഞിട്ട് വന്നു. അതിൻ്റെ അകത്ത് തന്നെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും സവാളയും എല്ലാം ഇട്ട് കൈ കൊണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് അങ്ങനെ പിടി എന്നും വെക്കുന്ന പോലെ അടപ്പത്ത് വെക്കാമെന്ന് വെച്ച്. ഇപ്രാവശ്യം കിട്ടിയ 2 പ്രാവശ്യം കിട്ടിയ പയറും എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ വെള്ളം ഒഴിക്കാറേ ഇല്ല ഇതിൻ്റെ അകത്തൊന്നും. പക്ഷേ അതിൽ നിന്നെന്തോ അങ്ങ് അവിഞ്ഞിരിക്കുന്ന പയറാണ്. ചില പയറെന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ടിരിക്കും, അത് തിന്നുമ്പം തന്നെ ഒരു ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയുള്ള ഇതില്ലായിരുന്നു. 2 പ്രാവശ്യത്തെ അങ്ങ് അവിഞ്ഞിരിക്കുമായിരുന്നു. കുഴഞ്ഞ ഒരു ടൈപ്പ്. ഇപ്പം ഇരിക്കുന്നത് പോലല്ല. അത് ഞാൻ വെള്ളം പോലും ഒഴിക്കാതെ നന്നായി ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അടച്ച് വെക്കുന്നത്. എന്തോ ആണോ എന്തോ, ഒരു അരിയുമ്പോഴേ നമുക്കറിയാം അതൊരു സുമാറില്ലാത്തതുപോലാന്ന്. ചിലത് അരിയുമ്പോഴേ നല്ലൊരു മണമുണ്ട്. അപ്പോൾ തുണിയൊക്കെ ആയി. അപ്പം തുണിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവൾ ബെല്ലടിച്ചത്. അപ്പം ഞാൻ നേരത്തെ ഈ ഡ്രമ്മൊക്കെ ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചായിരുന്നു അവിടുത്തെ പൊടിയൊന്ന് തൂക്കാനായിട്ടേ. അപ്പം ഞാൻ അന്നേരം അവൾ വരുന്ന ഉടനെ അതിന് വരുമ്പം ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഓർത്ത സമയത്ത് ആ ഡ്രമ്മൊക്കെ ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ച് അടുക്കളയുടെ അവിടുത്തെ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അന്നേരം ഓർത്തത് തുണി എടുത്ത് തോളയിൽ ഇട്ടിട്ടാണ് ഞാൻ ഓർത്തത്, അയ്യോ അരി ഇട്ടില്ലല്ലോ. അരി നേരത്തെ വെച്ച് വറുത്ത ചോറുണ്ട്, പക്ഷേ ഇനി വൈകിട്ടത്തേക്കിന് വേണ്ടി അരി ഇപ്പം അങ്ങ് ഇട്ടതാണ്. മാറ്റിയിട്ട് വിരിച്ചില്ലായിരുന്നു, അത് അരിയും കൂടെ ഇട്ടിട്ട് വന്നു വെച്ച്. അപ്പോൾ ഇവൾ ഇന്നലെ വന്നുടനെ വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അതായത് അവിടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ. അവൾ ഇത്തിരി ദൂരെ നിന്നാണ് പവായിൽ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവളെ കാണാൻ വന്നേ. അപ്പം വന്നുടനെ ഇവിടെ വന്നുടനെ ഒരാൾ തൂത്തു, ഒരാൾ തുടച്ച്, അങ്ങനെ അവളെ സഹായിച്ചു. അപ്പം ഞാൻ ആ കഥകൾ ചോദിക്കുമായിരുന്നു അവിടെ ഭർത്താവിന്, അവർ എത്ര പേരാ, ആരൊക്കെ എവിടേക്കാണ് താമസിക്കുന്നതെന്ന്. ഈ പെങ്കൊച്ചങ്ങ് ഇത്തിരി ദൂരെയാണ്. പിന്നെ ചേട്ടനൊക്കെ അമ്മായിയമ്മയുടെ കൂടെ. नहीं, वो उधर ही रहते हैं सास के पास। ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.